സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 91:15 തിരുവചനം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കർത്താവിൽ പ്രിയരെ, നാം എല്ലാവരും, പ്രത്യേകിച്ച് ദൈവവിശ്വാസികളായ ദൈവജനം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. ഈ 91 സങ്കീർത്തനത്തിൽ ഒരു മനുഷ്യന് ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങളും സുരക്ഷയും സംരക്ഷണവും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഈ നന്മകളെല്ലാം പ്രാപിക്കുവാൻ ആവശ്യം വേണ്ട ചില ഉപദേശങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. ആദ്യമായി ഈ 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ദൈവസന്നിധിയിൽ വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്യം 91 സങ്കീർത്തനം 1 വാക്യമാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ വസിക്കുവാൻ, ദൈവ നിഴലിൽ ആയിരിക്കുവാൻ ഓരോ ഭക്തനും, അഥവാ ഓരോ ദൈവവിശ്വാസിക്കും, ഓരോ ദൈവ പൈതലിനും കഴിയണം. ഇത് അനുദിനം നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്പസമയം ദൈവത്തോടൊപ്പം വസിക്കുവാൻ, ദൈവസന്നിധിയിൽ വസിക്കുവാൻ, ദൈവാലയത്തിൽ അഥവാ ദൈവ മുമ്പിലായിരിക്കുവാൻ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ നമസ്കരിക്കുവാൻ, ഇതിനൊക്കെ നാം അല്പസമയം വേർതിരിക്കുമ്പോൾ നമുക്ക് അന്നേ ദിവസം ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കർത്താവ് നൽകുവാനിടയാവും. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ അഥവാ 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അനവധി നന്മകൾ ഏറ്റവും ഒടുവിലായി ദീർഘായുസ് അഥവാ നിത്യജീവൻ വരെ പ്രാപിക്കുവാൻ നമുക്ക് ആവശ്യം വേണ്ടത് ദൈവസന്നിധിയിൽ വസിക്കുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ വസിക്കുക എന്നാൽ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക, ദൈവവചനം വായിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ഇതിനൊക്കെ നാം സമയം വേർതിരിക്കുമ്പോൾ നാം ചെയ്യുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയാണ്, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയാണ്. ഇങ്ങനെ ദൈവസന്നിധിയിൽ വസിക്കുവാനും ദൈവത്തിൻ്റെ നിഴലിൽ കൂട്ടായ്മ ദൈവത്തോടൊപ്പം ആചരിപ്പാനും നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അഥവാ 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ശത്രുകരങ്ങളിൽ നിന്നുള്ള വിടുതൽ, മഹാമാരിയിൽ നിന്നുള്ള വിടുതൽ, അതുപോലെ ഭയത്തിൽ നിന്നുള്ള വിടുതൽ, അനേകം ദുഷ്ടന്മാർക്ക് വരുന്ന ശോധനകൾ, പരീക്ഷകൾ, ഇതിൽ നിന്നൊക്കെ ഉള്ള വിടുതൽ നമുക്ക് സുനിശ്ചയമായി ലഭിക്കുവാനിടയാകും. ദൈവം സങ്കേതമായിരിക്കും. ദൈവം നമുക്ക് ഒരു വാസസ്ഥലം പോലെ കാവലും സുരക്ഷയും നൽകും.
നമ്മുടെ യാത്രയ്ക്ക് സംരക്ഷണം നൽകും. വന്യമൃഗങ്ങളാലും ദുഷ്ടജന്തുക്കളാലും നമുക്ക് ഹാനി വരികയില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. നമുക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. അതെ, ദൈവസന്നിധിയിൽ വസിച്ച് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം ശ്രവിച്ച എല്ലാ പേർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ.